ഇന്നത്തെ വീഡിയോയിൽ ചാപ്റ്റർ 3 മെട്രിസസിലെ എക്സസൈസ് 3.4ലെ ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് 3.4ലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒപ്പം തന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 2 1 1 1 ആണ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അത് ഏത് രീതി യൂസ് ചെയ്തിട്ടാണ്? എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് 2 1 1 1 എടുക്കുകയാണ്. അപ്പോൾ എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് റോ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. റോ ഓപ്പറേഷൻ എന്താണ്? എ ഈക്വൽ ടു ഐ എ ആണ്. ഇനി ഇവിടെ എ എന്ന മെട്രിക്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി 2 1 1 1 ഈക്വൽ ടു ഐ എന്തായിരിക്കണം? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. 1 0 0 1 ആണ്. ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. അപ്പോൾ റോ ഓപ്പറേഷൻ മെത്തേഡിലാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റിലുള്ള എ എന്ന മെട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ചേഞ്ച് ചെയ്യണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 1 ആണ്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ താഴത്തെ എലമെൻറ്റ് 0 ആക്കിയതിന് ശേഷം നെക്സ്റ്റ് എലമെൻറ്റ് 1 ആക്കുക, അതിനുശേഷം 0 ആക്കുക. ഈ ഒരു ഫോമിലായിരിക്കണം കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടുത്തെ 2 എന്ന എലമെൻറ്റും ഐഡൻറ്റിറ്റി മെട്രിക്സിലത്തെ 1 എന്ന എലമെൻറ്റും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ 2 എന്ന എലമെൻറ്റിനെ 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. 2 എന്ന എലമെൻറ്റിനെ 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × 1/2 ആണ് എന്ത് കിട്ടുക? 1 കിട്ടുക. അപ്പോൾ R1ലത്തെ ഫസ്റ്റ് എലമെൻ്റായ 2വിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ R1 ചേഞ്ചസ് ടു 1/2 × R1 എന്ന് എടുക്കാം. കാരണം 1/2 R1 ചെയ്താലേ അവിടെ 1 ആവുള്ളൂ. അപ്പോൾ R1ലത്തെ എല്ലാ എലമെൻസിനും ചേഞ്ചസ് വരുത്തുന്നു. 2 ദെൻ നെക്സ്റ്റ് 1 1 1 0 ഇതാണ് R1ലത്തെ എലമെൻറ്റ്സ്. അപ്പോൾ 1/2 × R1ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 ആണ്. 1/2 × 2 1 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1/2 × 1 എന്തായിരിക്കും? 1/2 ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ്? 1 ആണ്. 1/2 × 1 ദാറ്റ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ്? 0. അപ്പോൾ 1/2 × 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ R1ലത്തെ 4 എലമെൻറ്റ്സിനും ഇവിടെ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. R2ലത്തെ എലമെൻറ്റ്സിന് യാതൊരു ചേഞ്ചസ് ഇല്ല. അപ്പോൾ R1 എന്തായി മാറി? ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. സെക്കൻഡ് എലമെൻറ്റ് 1/2 ആണ്. R2ലത്തെ എലമെൻറ്റ്സിന് ചേഞ്ചസ് ഇല്ല. 1 1 തന്നെ എഴുതാണ്. ദാറ്റ് ഈക്വൽ ടു ഇനി ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള എലമെൻറ്റ്സ് 1 ഉം 0 എന്തായി മാറി? 1/2 0 ആയിട്ട് മാറി. സെക്കൻഡ് റോ 0 1 ആയിട്ട് മാറി. ഇൻറ്റു ക്യാപിറ്റൽ എ ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ 1 എന്ന എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻ്റായ 1 0 ആക്കണം. ഇത് 0 ആവണമെങ്കിൽ R2ലത്തെ എലമെൻ്റ് ആണ് ഈ 1 എന്ന് പറയുന്നത്. ഇത് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? R2ലത്തെ ഈ 1 എന്ന എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ R1 ആയിട്ട് ജസ്റ്റ് മൈനസ് ചെയ്യാം. 1 - 1 ആണ് 0. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - R1 എന്ന് എടുക്കാം. എന്നാലേ അത് 0 ആവുള്ളൂ. അപ്പോൾ R2ലത്തെ എല്ലാ എലമെൻറ്റ്സും ചേഞ്ചസ് വരും. അപ്പോൾ 1 1 0 1 എന്ന എലമെൻറ്റ്സ് ആണ് നമുക്ക് ചേഞ്ചസ് വരേണ്ടത്. അപ്പോൾ R2ലത്തെ എലമെൻറ്റ് 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ലത്തെ എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1 - 1 0 ദെൻ 1 - 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. നെക്സ്റ്റ് എലമെൻറ്റ് 0 മൈനസ് എന്താണ്? 1/2 ആണ്. അപ്പോൾ -1/2 എന്ന് കിട്ടി. ലാസ്റ്റ് എലമെൻറ്റ് 1 - 0 ആണ്. 1 - 0 എന്ത് കിട്ടി? 1 കിട്ടും. അപ്പോൾ 4 എലമെൻറ്റ്സിന് ചേഞ്ചസ് വന്നു. R2ലുള്ള 4 എലമെൻറ്റ്സിന് ഇവിടെ ചേഞ്ചസ് വന്നു. ഇനി ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? R1ലത്തെ എല്ലാ എലമെൻറ്റ്സും സെയിം ആണ്. അപ്പോൾ 1ഉം 1/2 എന്ന് എഴുതാം. R2ലത്തെ എലമെൻറ്റ്സിന് ചേഞ്ചസ് വന്നു. അപ്പോൾ 1 എന്നുള്ളത് എന്തായി മാറി? 1 എന്നുള്ളത് 0 ആയി. 1 എന്നുള്ളത് 1/2 ആയി. അപ്പോൾ 0 1/2 എന്ന് എഴുതാം. ഈക്വൽ ടു ഇനി റൈറ്റിലുള്ള മെട്രിക്സിൽ ഫസ്റ്റ് റോ 1/2 0 ആയിരിക്കും. അതേപോലെ സെക്കൻഡ് റോ എന്തായി മാറി? 0 1ൻ്റെ പ്ലേസിൽ 0ൻ്റെ പ്ലേസിൽ -1/2 1ൻ്റെ പ്ലേസിൽ 1 കിട്ടും.
മൈനസ് 1/2 1 ആണ് കിട്ടുക. അപ്പോൾ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 0 എന്ന് കിട്ടി. ഇനി ഈ 1/2നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. R2ത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ 1/2നെ 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻ്റായ R1 ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം ഇത് 1 ആയിട്ട് കിട്ടണം. R1ത്തെ 1/2 എന്ന എലമെൻറ്റ് 1 ആയിട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/2 × 2 ചെയ്താൽ മതി. 1/2 × 2 ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് R2നെ R2 ചേഞ്ചസ് ടു നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? R2 ചേഞ്ചസ് ടു 2 × R2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? R2 ചേഞ്ചസ് ടു 2 × R2 എന്നാണ് എഴുതേണ്ടത്. 2 × R2 എന്ന് എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R2വിലത്തെ എല്ലാ എലമെൻറ്റ്സും ഇതനുസരിച്ച് ചേഞ്ചസ് ആക്കണം. അപ്പോൾ 0 1/2 മൈനസ് 1/2 1 ആണ് R2വിലെ എലമെൻറ്റ്സ്. അതെല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ 2 × 0 എന്ന് കൊടുക്കാം. 2 × 0 0 എന്നാണ് അവിടെ എഴുതേണ്ടത്. 2 × 1/2 എന്താ വരിക? 2 × 1/2 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 × മൈനസ് 1/2 എന്തായി മാറി? -1. ദെൻ 2 × 1 2 × 1 R2വിലത്തെ എലമെൻറ്റ് ഇവിടെ 1 ആണ്. 2 × 1 2 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എലമെൻറ്റ് അവിടെ 0 ആണ് വരേണ്ടത്. 0ലോട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ R2 എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. R1വിലത്തെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? സെയിം എലമെൻറ്റ്സ് ആണ്. R2വിലത്തെ ഓരോ എലമെൻറ്റ്സിനും ഇവിടെ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ആ മെട്രിക്സുകൾ എന്തായിട്ട് മാറ്റാനായിട്ട് സാധിക്കും നമുക്ക്? R1 എന്ന എലമെൻറ്റ്സ് 1ഉം 1/2 ആണ്. അതങ്ങനെ തന്നെ എഴുതാം. 1ഉം 1/2. R2വിൽ 0 1/2 ആണ്. 0ൻ്റെ പ്ലേസിൽ എന്ത് എഴുതാനായിട്ട് സാധിക്കും? 0ഉം 1/2ൻ്റെ പ്ലേസിൽ എന്ത് എഴുതാനായിട്ട് സാധിക്കും? 1 ആണ് അല്ലേ? 1 കിട്ടി. സോ ദിസ് ഈക്വൽ ടു, ഇനി റൈറ്റിലുള്ള ഫസ്റ്റ് റോ സെയിം അത് തന്നെ 1/2 0 എന്ന് എഴുതാം. സെക്കൻഡ് റോ -1/2 എന്നുള്ളത് -1 എഴുതി നെക്സ്റ്റ് എലമെൻറ്റ് 2 എന്ന് എഴുതാം. ഇൻറ്റു ക്യാപിറ്റൽ എ. ഇനി ലെഫ്റ്റിലുള്ള മെട്രിക്സിൽ ലാസ്റ്റ് എലമെൻ്റായ 1/2നെ ഇനി എന്തായിട്ട് ചേഞ്ച് ചെയ്യണം? 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ R1ലാണ് ആ എലമെൻറ്റ് നിൽക്കുന്നത്. R1ലത്തെ ആ 1/2 എന്ന എലമെൻറ്റ് എന്താക്കി മാറ്റണം? 0 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് R2വിൽ നിൽക്കുന്ന എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1നെ 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 - 1/2 എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R1 ചേഞ്ചസ് ടു R1 മൈനസ് എന്ത് എഴുതിയാൽ മതി? 1/2 × R2. കാരണം 1/2 × R2വിലത്തെ എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1/2 - 1/2 എന്താ വരിക? 0 എന്ന് വരണം. അതുകൊണ്ടാണ് R1 - 1/2 R2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി R1ത്തെ എല്ലാ എലമെൻറ്റ്സും ഇതേപോലെ ചേഞ്ചസ് വരും. ഏതൊക്കെയാണ് എലമെൻറ്റ്സ് വരിക? 1 ഉണ്ടായിരിക്കും, 1/2 ഉണ്ടായിരിക്കും, ദെൻ -1/2 ഉണ്ടായിരിക്കും, 0 ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R2വിലത്തെ എലമെൻറ്റ് 0 ആണ്. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ 1 എഴുതി -1/2 × 0 ഈക്വൽ ടു 1. നെക്സ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കണം? 1/2 ആണ്. അപ്പോൾ 1/2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ 1ഉം കൊടുക്കാം, R1ൻ്റെ പ്ലേസിൽ 1/2 എന്നും കൊടുക്കാം. അപ്പോൾ 1/2 - 1/2 × 1 ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് എന്താണ്? ഇവിടെ നെക്സ്റ്റ് എലമെൻറ്റ് വന്നിരിക്കുന്നത് അല്ലേ, ആ ഒരു എലമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? 1/2 - 1/2 × -1 ആണ്. 1/2 × -1 എഴുതി. അപ്പോൾ എന്ത് കിട്ടി? 1ന് ഈക്വലായിട്ട് കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. 0 ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താം? കറസ്പോണ്ടിങ് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ 2 എന്നും കൊടുക്കാം, R1ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുക്കാം. അപ്പോൾ 0 - 1/2 × എന്ത് കിട്ടും? 2 എന്നാണ് കിട്ടുക. 1/2 × 2. അപ്പം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ R1ലുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാ എലമെൻറ്റ്സും ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി R1ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1 0 0 1 എന്ന് കിട്ടി. ദാറ്റ് ഈക്വൽ ടു, ഇനി
റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ വരും? റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 -1, അതുപോലെ സെക്കൻഡ് റോയിൽ എന്ത് വരണം? -1 2 എന്നാണ് വരിക, ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു മെട്രിക്സ് 1 -1 2 ആണ് എ ഇൻവേഴ്സ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുക. 1 -1 2 ആയിരിക്കും എ ഇൻവേഴ്സ് എന്ന മെട്രിക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻവേഴ്സ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെയും യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 1 3 2 7 ആണ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഇവിടെയും നമുക്ക് ഏത് മെത്തേഡാണ് എടുക്കേണ്ടത്? റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. 1 3 2 7 എന്നെടുക്കാം. 1 3 2 7 എടുത്തു. ഇനി റോ ഓപ്പറേഷൻ വഴി എന്താണ് കണ്ടീഷൻ അറിയാലോ? എ ഈക്വൽ ടു ഐ എ ആണ് വരേണ്ടത്. എ ഈക്വൽ ടു ഐ എ. ഇനി ലെഫ്റ്റിലുള്ള എയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മെട്രിക്സിൽ 1 3 2 7 എന്ന് എഴുതാം. 1 3 2 7 ആയിരിക്കും. ഈക്വൽ ടു ഐയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? 1 0 0 1 ആണ് കൊടുക്കേണ്ടത്. ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ലെഫ്റ്റിലുള്ള മെട്രിസസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ നിൽക്കുന്ന 2 എന്ന എലമെൻറ്റിനെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. 2 എന്ന എലമെൻറ്റിനെ നമുക്ക് 0 ആക്കണം. അപ്പം ഐഡൻറ്റിറ്റി മെട്രിക്സ് അറിയാലോ, 1 0 0 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റായ 1ന് ചേഞ്ചസ് ഇല്ല. R2ത്തെ ഫസ്റ്റ് എലമെൻറ്റിന് ഇവിടെ ചേഞ്ചസ് വരണം. R2ന് ഫസ്റ്റ് എലമെൻ്റായ 2 എന്താക്കി മാറ്റണം? നമുക്ക് 0 ആയിട്ട് മാറ്റണം. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോം അറിയാലോ, 1 0 0 1 ആണ്. അപ്പോൾ ഈ 2നെ നമുക്ക് 0 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. R2ത്തെ എലമെൻ്റ് ആണ് 2. അപ്പോൾ അതുകൊണ്ട് R2നെ 2 എന്ന എലമെൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരും? R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1ത്തെ എലമെൻറ്റ് 1 ആണ്. ആ 1നെ 2 ആക്കണം. അതിന് വേണ്ടിയിട്ട് 1 × 2 ചെയ്താൽ മതി. 1 × 2 2 ആണ്. അപ്പോൾ 2 -2 ആണ് എന്ത് വരേണ്ടത്? 0. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 -2 × R1 എന്ന് എഴുതാം. കാരണം 2 കൊണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ അത് തമ്മിൽ -0 കിട്ടുള്ളൂ. അപ്പോൾ R2ത്തെ എല്ലാ എലമെൻറ്റ്സും അതനുസരിച്ച് ചേഞ്ചസ് വരും. R2ത്തെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 2 7 0 1 ആണ്. അപ്പോൾ 2 7 0 1 എന്ന 4 എലമെൻറ്റ്സ് ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്തണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ R2ത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ 2 -2 × R1ത്തെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ 2 × 1 എന്ന് എഴുതി. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് എലമെൻറ്റ് R2ൽ 7 ആണ്. R1ലോ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന R1 എലമെൻറ്റ് ഏതാണ്? 3 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 -2 × എന്ത് എഴുതി? 3 എന്ന് എഴുതി. ആൻസർ 1 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കണം? 0 ആണ്. ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ് 1 ആണ്. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം, R2ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുക്കാം. അപ്പോൾ 0 -2 × 1 ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 ആണ്. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ നിൽക്കുന്നത് 0 ആണ്. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുക്കാം, R2ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. അപ്പോൾ 1 -2 × 0 എന്ന് എഴുതി. ദാറ്റ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ R2ത്തെ എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു. R1 സെയിം തന്നെയാണ്, അതങ്ങനെ തന്നെ എഴുതാം. 1 3 എന്ന് എഴുതി. R2ത്തെ എലമെൻറ്റ്സ് 2 7 പകരം എന്ത് കിട്ടും? 2 7 പകരം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഏതൊക്കെയായിരിക്കും? 0 1 ആണ്. 0 1 എന്ന് കിട്ടി. R1ന് അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ചസ് ഇല്ല. R2ന് 0 1ന് പകരം -2 1 എന്ന് കൊടുക്കുക. ഇൻറ്റു ക്യാപിറ്റൽ എ ആണ് വരിക. ഇനി നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 0 1 എന്ന് കിട്ടി. ഇനി 3 എന്ന എലമെൻറ്റിനെയാണ് എന്താക്കേണ്ടത്? 0 ആക്കേണ്ടത്. അപ്പോൾ 3 എന്ന എലമെൻറ്റിനെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 എന്ന എലമെൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്? R1ലാണ്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ് ഇവിടെ 1 ആണ്
അല്ലേ? 3 എന്നുള്ളത് R1-ലും നെക്സ്റ്റ് എലിമെൻറ്റ് R2-ലാണ്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ 1 × 3 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 കിട്ടും. 3 - 3 അവിടെ എന്ത് കിട്ടി? 0 എന്ന് കിട്ടും. അപ്പോൾ R2 ചേഞ്ചസ് ടു നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? R1 ചേഞ്ചസ് ടു R1 മൈനസ് ദെൻ 3 × R2 എന്ന് എഴുതാം. R1 മൈനസ് 3 × R2 എന്ന് എഴുതാം. അപ്പോൾ R1-ലത്തെ എല്ലാ എലിമെൻസിനും ഇവിടെ ചേഞ്ചസ് വരുത്തണം, അല്ലേ? R1-ലത്തെ എല്ലാ എലിമെൻസിനും ഇവിടെ ചേഞ്ചസ് വരുത്തുമ്പോൾ 1 3 1 0 ആണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 3 1 0-ൽ ഫസ്റ്റ് എലിമെൻറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് R2-ൽ ഏതാ നിൽക്കുന്നത്? 1 R1-ഉം R2 എന്നുള്ളത് 0 ആണ്. അപ്പോൾ 1 - 3 × 0 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് 3 ആണ്. R1-ലുള്ള നെക്സ്റ്റ് എലിമെൻറ്റ് 3 ആണ്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R2-ൽ 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ R2-ൻ്റെ പ്ലേസിൽ 1-ഉം R1-ൻ്റെ പ്ലേസിൽ എന്താണ്? 3 ആയിരിക്കും. അപ്പോൾ 3 - 3 × 1 ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് ഏതെടുക്കാം? നമുക്ക് 1 എടുക്കാം. അപ്പോൾ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് R2-ൽ -2 ആണ്. അപ്പോൾ R2-ൻ്റെ പ്ലേസിൽ -2-ഉം ദെൻ R1-ൻ്റെ പ്ലേസിൽ 1-ഉം എടുക്കാം. അപ്പോൾ 1 - 3 × -2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടേണ്ടത്? 7 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് 0. 0-ന് കറസ്പോണ്ടിങ് ആയിട്ട് R2 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ R2-ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. R1-ൻ്റെ പ്ലേസിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക 0 ആണ്. അപ്പോൾ 0 - 3 × എന്ത് വരും? 1 ആണ്. ആൻസർ -3 എന്ന് കിട്ടി. അപ്പോൾ R1-ലുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടെ എന്തായി? ചേഞ്ചസ് വന്നു. ഇനി R2-ൽ എലമെൻറ്റ്സിനൊന്നും ചേഞ്ചസ് ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് R1-ലുള്ള എല്ലാ എലമെൻറ്റ്സിന് ചേഞ്ചസും R2-ൻ്റെ എലമെൻറ്റ്സ് എല്ലാം സെയിം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ R1-ത്തെ എലമെൻറ്റ്സ് എന്ത് വന്നു? 1 3യുടെ പ്ലേസിൽ 1 0 ആയി. R2 0 1 ആയി. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വരേണ്ടത്? 1-ന് കൊടുക്കുക. 1-ന് 7 എന്ന് കിട്ടി. അതുപോലെ നെക്സ്റ്റ് എലിമെൻറ്റ് -3 ആയി. സെക്കൻഡ് റോ -2 1 എന്നായി. ഇൻറ്റു ക്യാപിറ്റൽ A ആയിരിക്കും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി കഴിഞ്ഞു, അല്ലേ? ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് നമ്മളുടെ ഇൻവേഴ്സ്. അതായത് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കണം? 7 - 3 - 2 1 ആണ്. അപ്പോൾ ദെർഫോർ A ഇൻവേഴ്സ് ഈക്വൽ ടു 7 - 3 - 2 1. ഇതാണ് ഇൻവേഴ്സ് ഓഫ് എയുടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2-ഉം ക്വസ്റ്റ്യൻ നമ്പർ 3-യും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ. ഈ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. താങ്ക് യു.